എന്താണ് ഈ യഥാർത്ഥത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? കിടക്ക പങ്കിടുക മാത്രമാണോ, അതിന് നിർബന്ധിക്കുക മാത്രമാണോ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് സംശയമുള്ള എല്ലാവരും ഉണ്ടാവും. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായ ലൈംഗിക ചൂഷണമാണ്. ഈ വിഷയം മാത്രമല്ല കേട്ടോ, തൊഴിലിടത്തെ അവകാശ ലംഘനം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അതിൽ പറയുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് ഏകദേശം 13 ഇടങ്ങളിൽ ഈ റിപ്പോർട്ടിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ നിയമവ്യാഖ്യാനം എന്തായിരിക്കും? അത് സിനിമയുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിർവചനമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലൈംഗിക ചൂഷണം എന്നുള്ളതും ലൈംഗിക പീഡനം എന്നുള്ളതും എങ്ങനെയാണ് നമ്മളുടെ നിയമവ്യവസ്ഥകൾ നിർവചിക്കുന്നത്? ഇന്ത്യയിൽ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇപ്പോൾ IPCയോ CRPCയോ നിലവിലില്ല. ഭാരതീയ ന്യായ സംഹിതയാണ് നമുക്കുള്ളത് IPCക്ക് പകരം. IPC 354(a)യിലുണ്ടായിരുന്ന ലൈംഗിക പീഡനം എന്നുള്ളത് പുതിയ നിയമമായ ഭാരത് ന്യായ സംഹിതയിലുള്ളത് സെക്ഷൻ 75-ലാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പാണ് ലൈംഗിക അതിക്രമം എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന IPC 354(a) ആണ് ഈ ലൈംഗിക അതിക്രമത്തിൻ്റെ നിർവചനം നൽകിയിരുന്നത്. നമുക്കതൊന്ന് വിശദമായി പരിശോധിച്ചു പോകാം. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരിക? ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, തുടർച്ചയായിട്ടൊരു പെൺകുട്ടിയെ തുറിച്ചു നോക്കിയാൽ അത് ലൈംഗിക പീഡനമാകുമോ? അത് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുമോ? വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ലൈംഗിക പീഡനത്തിൻ്റെ പരാതിയിൽ വരുമോ? അനാവശ്യമായി അൺവാണ്ടഡ് ആയി നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് ഏതെങ്കിലും ലൈംഗിക ചോദനയോടുകൂടി നിങ്ങൾ അയച്ചാൽ അത് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽ പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ IPC 354(a)യിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 75-ലുള്ളതുമായ ലൈംഗിക അതിക്രമം അതെന്താണെന്ന് നമുക്കിത് നോക്കാം. സെക്ഷൻ 1 ഭാരതീയ ന്യായ സംഹിത 75 സെക്ഷൻ 1 അതെല്ലാവരും മനസ്സിൽ നിന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സെക്ഷൻ 1 താഴെ പറയുന്ന ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന പുരുഷൻ ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പുരുഷൻ എന്നാണ് പറയുന്നത്, പേഴ്സൺ അഥവാ വ്യക്തി എന്നല്ല. എന്ന് പറഞ്ഞാൽ ഈ നിയമ സ്ത്രീയെ ഈ നിർവചനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നില്ല എന്നർത്ഥം. 1 ഇഷ്ടപ്പെടാത്ത ലൈംഗിക താല്പര്യത്തോടു കൂടിയുള്ള ശാരീരിക സ്പർശനങ്ങൾ, ഒരു ടച്ച് ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു ലൈംഗിക ഫേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ, അതായത് നേരത്തെ ബംഗാളി നടി പറഞ്ഞതുപോലെ കൈയുടെ വള പരിശോധിക്കാൻ എന്ന വണ്ണം കയ്യിൽ കയറി പിടിക്കുക, കഴുത്തിൻ്റെ അളവ് പരിശോധിക്കാൻ എന്ന വണ്ണം തലമുടിയിൽ തലോടുക, ഇതെല്ലാം ഇഷ്ടപ്പെടാത്തതും ലൈംഗിക താല്പര്യത്തോടെയുമുള്ള ശാരീരിക സ്പർശനങ്ങളാണ്. ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുക പോലും വേണ്ട, നിങ്ങൾ ആ താല്പര്യത്തോടുകൂടി നിങ്ങൾ ശരീരത്തിൽ സ്പർശിച്ചാൽ ഇമ്മീഡിയറ്റ്ലി അത് സെക്ഷൻ 75 BNSൻ്റെ സെക്ഷൻ 75(1) പ്രകാരം നിങ്ങൾ കുറ്റക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡോണ്ട് ടച്ച് കേട്ടാ. ദെൻ സെക്ഷൻ 2 ലൈംഗിക ആവശ്യം ഉന്നയിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ലൈംഗിക ആവശ്യം എന്ന് പറയുന്നത് സെക്ഷൽ ഫേവർ. ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അമൃത വെളിപ്പെടുത്തിയത് ഒരു പ്രൊഡ്യൂസർ എന്ന പേരിലും പ്രൊഡക്ഷൻ കൺട്രോളറും തന്നോട് അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയനാകാൻ ആവശ്യപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം BNS സെക്ഷൻ 75 പ്രകാരം 354 IPC നേരത്തെ ഉണ്ടായിരുന്ന IPC പ്രകാരം അയാൾ ലൈംഗിക കുറ്റകൃത്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു ലൈംഗിക ആവശ്യം ഉന്നയിക്കുക, പല പദപ്രയോഗങ്ങളിലൂടെയാണ് ഈ ലൈംഗിക ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അത് വളരെ പൊളൈറ്റായിട്ട് ഉന്നയിക്കുന്ന ആളുകളുണ്ട്, അതേസമയം വളരെ കാവ്യാത്മകമായി ഉന്നയിക്കുന്നവരുണ്ട്, വളരെ മോശമായി ഉന്നയിക്കുന്നവരുണ്ട്. എങ്ങനെ ഉന്നയിച്ചാലും അത് BNS സെക്ഷൻ 2 പ്രകാരം ആ ലൈംഗിക ആവശ്യം ഉന്നയിക്കുന്ന സെക്ഷൽ ഹരാസ്മെൻ്റാണ്. ദെൻ അടുത്തത് ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അശ്ലീലം കാണിക്കുക. ആ സ്ത്രീയുടെ ഔട്ട്റേജിങ് ദ മൊഡസ്റ്റി ഓഫ് എ വുമൺ എന്നത് മറ്റു സെക്ഷനാണ്. ആ രീതിയിൽ ആ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ശരീര ഭാഷയിലൂടെ ഒരു അശ്ലീലം കാണിക്കുക, ചേഷ്ട കാണിക്കുക, അത് വിരലുകൾ ഉപയോഗിച്ച് വാക്കുകൾ ഉപയോഗിച്ച് വേണമെന്നില്ല, ശരീരഭാഷയിലൂടെ അത്തരത്തിലുള്ളൊരു ആംഗ്യം കാണിക്കുന്നതായി തെളിഞ്ഞാൽ അയാൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 75(3) പ്രകാരം കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തുക, ചില കമൻറ്റുകൾ, ചില അശ്ലീല കമൻറ്റുകൾ പലപ്പോഴും പല സിനിമകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ പഴയകാലത്ത് കോളേജുകളിലൊക്കെ സഞ്ചരിക്കുക, കമൻ്റ് അടിക്കുക, പൂവാലന്മാർ. യഥാർത്ഥത്തിൽ ഈ കലങ്ങിന്മേലിരുന്ന് പൂവാലന്മാർ ചെയ്തുകൊണ്ടിരുന്നത് BNS സെക്ഷൻ 75(3) പ്രകാരമുള്ള ലൈംഗിക കുറ്റകൃത്യമാണ്. അത് പലപ്പോഴും നമുക്കറിയില്ല. ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് സ്ത്രീകൾ പരാതിപ്പെടാനും പോകില്ല. അപ്പോൾ നിങ്ങൾ വഴിയെ നടന്നു പോകുന്ന സമയത്ത് ചൂളവടിച്ച് ഇങ്ങനെ ഒരു കമൻ്റ് അടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അയാൾ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 3 പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, ഒരു ലൈംഗിക അതിക്രമം നടത്തുകയാണ്, അയാൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. സെക്ഷൻ 2 എന്താണ് ശിക്ഷ എന്നുകൂടി നമുക്കിത് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ 75 പ്രകാരം സെക്ഷൻ 2 പ്രകാരം കുറ്റം തെളിഞ്ഞാൽ 3 വർഷം കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. ചുമ്മാ കലങ്ങിൻ്റെ പുറത്തിരുന്ന് ചൂളമടിച്ച് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു അശ്ലീല കമൻറ്റ് പറഞ്ഞാൽ 3 വർഷം കഠിന തടവോ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഒറ്റ കമൻറ്റ് മതി, ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി, സംഭവം
പ്രശ്നമായേ. നിങ്ങൾ താല്പര്യത്തോടു കൂടി ഒരാളുടെ ശരീരത്തിൽ ലൈംഗിക താല്പര്യത്തോടു കൂടി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് 3 വർഷം കഠിന തടവ് വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, തിരക്കുള്ള മാർക്കറ്റിലൊക്കെ പോകുന്നവർ പലപ്പോഴും അനാവശ്യമായി ശരീരസ്പർശനം ഉണ്ടാവാറുണ്ട്. ആ ശരീരസ്പർശനത്തിൻ്റെ സുഖമുണ്ടല്ലോ, അത് അവർക്ക് അനുഭവിച്ചു കൊടുക്കണമെങ്കിൽ BNSൻ്റെ 75 അങ്ങോട്ട് കൊടുത്താൽ മതി. ആ അനുഭവിച്ച് തീരും. കഠിന തടവും പിഴയുമുണ്ട്. ദെൻ സെക്ഷൻ 3 പ്രകാരം സെക്ഷൻ 1-ലെ 4ാമത്തെ കുറ്റം ചെയ്യുന്ന പുരുഷന് 1 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായും ഭാരതീയ ന്യായ സംഹിത. ഇത് IPC പ്രകാരമാണെങ്കിൽ 354, അതായത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പ് ചെയ്ത ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് IPCയുടെയും CRPCയുടെയും പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും വിചാരണ ചെയ്യപ്പെടുക. ഭാരതീയ ന്യായ സംഹിതയിൽ വന്നതിന് ശേഷം സെക്ഷൻ 75, ഓർമ്മിപ്പിക്കുന്നു, IPC 354A അതാണ് നേരത്തെ. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത 75 എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നമ്മൾ അത്യാവശ്യം നിയമബോധമുള്ളവരായി തീരുക എന്നതാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെ എതിർക്കാനുള്ള ഏറ്റവും നല്ല വഴി. നമുക്ക് നിയമത്തെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നിയാൽ പിന്നെ അയാൾ സൈലൻ്റ് ആയിക്കോളും. പക്ഷേ നമ്മൾ വൾണറബിൾ ആണ്, നമുക്കിതൊന്നും അറിയില്ല, ഇത് ആരോട് പറയണമെന്ന് പകച്ചു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ നിരന്തരം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം.